ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മുളകിടണ എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 10-15 വെണ്ട ഇവിടെ ഇങ്ങനെ ഇത്ര ചെറിയ ചെറിയ പീസായിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്യാം. കുറച്ച് വലിയ പീസുകളായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഞാനൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വെണ്ടക്ക മുളകിടുമ്പോഴും എന്ത് കറി വെക്കുകയാണെങ്കിലും ഭയങ്കര കൊഴുപ്പായിരിക്കും അതിന്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ നമുക്ക് വേണ്ട മുളകിടുക. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഓയിലായാലും കോക്കനട്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂണ് ഉലുവയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഉലുവ ഒന്ന് ഒരു ബ്രൗൺ കളറാണ് വരെ ഒന്ന് നമുക്ക് ഈ എണ്ണയിലൊന്ന് ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കണം. ഉലുവ നല്ല മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവണമെന്നില്ല, ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/2 കഷ്ണം വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയുള്ളീൻ്റെ പച്ചച്ചുവ ഒന്ന് മാറണ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വാട്ടിക്കൊടുക്കാം. അതിനുശേഷം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. വലിയുള്ളിയും കറിവേപ്പിലേക്ക് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളിയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പുളിയിൽ നിന്നുള്ള വെള്ളം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കറി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച വെണ്ടക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഈ വെണ്ടക്ക വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെണ്ട മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരു തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേഗം തന്നെ ലഭിക്കുള്ളൂ. ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ഫ്രം ഹാദിയസ് വേൾഡ്. അസ്സലാമു അലൈക്കും.